ജനുവരി മാസം 11-ാം തീയതി എല്ലാവർക്കും ഈ ദിവസം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും നല്ലൊരു ദിവസവും ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് വായിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായം വളരെ രസകരമായിരിക്കുന്ന ഒരു അധ്യായമാണ്. മനുഷ്യവർഗം ദൈവത്തിനെതിരെ മത്സരിക്കുന്ന മത്സരത്തിൻ്റെ അധ്യായമാണിത്. അന്നുവരെ ലോകത്തൊരു ഭാഷയും ഏതാണ്ട് ഒരു സംസ്കാരവും മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മനുഷ്യന് തോന്നി നമുക്കൊരു പേരുണ്ടാക്കണം, ഒരു പെരുമയുണ്ടാക്കണം. ലോകമെങ്ങും പോയി നിറയുവാനാണ് ദൈവം മനുഷ്യന് കൽപ്പന തന്നിട്ടുള്ളത്. പക്ഷേ മനുഷ്യൻ പറഞ്ഞു, അങ്ങനെ നമ്മൾ ലോകത്തിലെല്ലാം ചിതറിപ്പോയി ഈ ലോകത്തെ നിറയ്ക്കാനായിട്ട് പോയാൽ നമ്മൾ തമ്മിൽ അകന്നു പോകും, ചെറിയ ചെറിയ കൂട്ടങ്ങളായി അവിടെ ഇവിടെയും ആയിത്തീരും. അപ്പോൾ നമുക്കൊരു പേരുണ്ടാവില്ല. അപ്പോൾ അതിന് നാം എന്ത് ചെയ്യണം? നാം കൺസോളിഡേറ്റ് ചെയ്യണം, ആളുകളെ ഒരുമിച്ച് നിർത്തണം, ചെതറിപ്പോകാതിരിക്കുവാനായിട്ട് ചില പരിപാടികൾ നാം ചെയ്യണം. അവരാലോചിച്ചു എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഒരു വലിയ മതിൽ പണിയണം, സ്വർഗത്തോളം എത്തുന്ന ഒരു മതിൽ. അത് വലിയ ഒരു പ്രദേശത്തിന് ചുറ്റുമുള്ള മതിലായിരിക്കണം, കേവലം ഒരു ചെറിയ ദേശത്തിന് ചുറ്റുമല്ല, വലിയൊരു പ്രദേശം, ചൈനയുടെ വൻമതിൽ പോലെയുള്ളൊരു വൻമതിൽ ചുറ്റും, ദേശത്തിന് ചുറ്റും പണിതിട്ട് ഈ മതിൽ കെട്ടിവിട്ടിട്ട് ആരും പുറത്തു പോകാതെ എല്ലാവരും അതിനുള്ളിൽ തന്നെ ജീവിക്കത്തക്കവണ്ണമുള്ള ക്രമീകരണം ചെയ്യണം. അപ്പം പ്രളയശേഷം ലോകം വളരെ വളർന്നു എന്ന് വിചാരിച്ചുള്ളൂ. എന്നാൽ അന്ന് എല്ലാവർക്കും ഒരു ഭാഷയാണ്. ഒരാൾ പറഞ്ഞാൽ മറ്റാർക്കും മനസ്സിലാകും. അതുപോലെ ഒരേ സംസ്കാരമാണ്. ആളുകൾക്ക് ഒരു വിധത്തിലാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അത് എല്ലാവരെയും അറിയിക്കാനായിട്ട് വലിയ പ്രയാസമുണ്ടായിരുന്നില്ല. എല്ലാവരും ഒരേ ഭാഷയാണ്, ഒരേ സംസ്കാരമാണ്. ഈ ആശയം എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. നാം ചിതറിപ്പോകാതെ ഇരിക്കാൻ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് വലിയ ഒരു മതിൽ പണിയുക. വലിയൊരു മതിൽ പണിയുക മാത്രമല്ല, ഈ മതിലിൻ്റെ മുകളിൽ നമുക്കൊരു ഗോപുരം പണിയണം. ഒരു ഗോപുരം പണിതിട്ട് ആ ഗോപുരത്തിൻ്റെ മേൽ നമ്മൾ വളരെ ഉയരത്തിലേക്ക് ഈ ഗോപുരം പണിയണം. എന്നിട്ട് നമ്മൾ സൂര്യദേവനെ ആരാധിക്കുവാനാണ് ഈ ഗോപുരം. അവിടെ നമുക്ക് സൂര്യദേവന് യാഗങ്ങൾ കഴിക്കണം. സിഗാരറ്റസ് എന്ന് പറയാറുണ്ട് അതിന്. സിഗാരറ്റസ്, അതിൻ്റെ അവശിഷ്ടം ഇന്ന് ലോകത്തുണ്ട്. അവരങ്ങനെ പണിയാനായിട്ട് ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അവർ പണിയാനായിട്ട് ആരംഭിച്ചു. അവർ പണിതു ഉയർത്തി. പക്ഷേ ദൈവം, ത്രിയേക ദൈവം, പിതാവ് പുത്ര പരിശുദ്ധാത്മാവായിരിക്കും ദൈവം തമ്മിൽ പറഞ്ഞ ദൂതന്മാരുടെ പറഞ്ഞ് നമുക്ക് താഴെ പോയി നോക്കാമെന്ന് പറയും പണി. മനുഷ്യൻ ഭൂമിയിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ താല്പര്യമുള്ളവനാണ് ദൈവം. എന്നും അങ്ങനെയാണ്. മനുഷ്യന് ദൈവം താല്പര്യമുണ്ടായി. മനുഷ്യൻ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ ദൈവം എന്നും സ്വീകരിക്കുകയും അനുമോദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ ചെയ്യുന്ന തെറ്റായ പ്രവൃത്തികൾ, ദൈവത്തോടുള്ള മത്സരത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെ ദൈവം ഒരിക്കലും അനുഗ്രഹിക്കുകയില്ല. അതിനെ ദൈവം താറുമാറാക്കും. അപ്പോൾ നമുക്കൊരു പേരുണ്ടാകണം, നാം ചിതറിപ്പോകരുത്. ദൈവം പറഞ്ഞതിന് വിപരീതമായ ആശയങ്ങളാണ്. ദൈവത്തിൻ്റെ പേരും ദൈവത്തിൻ്റെ മഹത്വവും ഉയർത്തുവാൻ വേണ്ടിയല്ല, മനുഷ്യൻ്റെ മഹത്വം ഉയർത്തുവാൻ വേണ്ടിയാണ്. അതുപോലെ ചിതറിപ്പോയി സകല ലോകത്തെയും ഭൂമിയെയും നിറയ്ക്കുക എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കെതിരെ ചിതറിപ്പോകണ്ട, നമുക്ക് ഒരുമിച്ച് പിടിച്ചിരിക്കാം. ദൈവത്തോടുള്ള മത്സരത്തിൻ്റെ വലിയൊരു അടയാളമായിട്ടാണ് ഈ ഗോപുരം വരുന്നത്. അവരങ്ങനെ അതിനെ പണിത് പക്ഷേ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചില്ല. ഒരു പേരുണ്ടാക്കണമെന്ന് പറഞ്ഞു. മത്സരികളുടെ പേരാ ദൈവം അവർക്ക് കൊടുക്കുന്നത്. ദൈവത്തോട് മത്സരിക്കുന്ന ആളുകളുടെ പേര്. ഞാൻ പറയാം, ദൈവം അനുവദിക്കാതെ മനുഷ്യൻ്റെ യാതൊരു പ്രസ്ഥാനവും വിജയിക്കുകയില്ല. എൻ്റെ പ്രിയമുള്ളവരെ, കുറച്ചൊക്കെ ചെയ്യും. പണിതു. പിന്നെ അവർ വിചാരിച്ചാൽ പണിയും. അവർ വിചാരിച്ചു, പണിതു, ഇഷ്ടിക പിടിച്ചു, പശമണ്ണുണ്ടാക്കി, കുഴച്ചു, കൊണ്ടുവന്നു, ആളുകൾ പണിയാനായിട്ട് തുടങ്ങി. എത്ര ആളുകളാണ് പണിയിൽ എനിക്കറിയില്ല. ഒരു 3-4 ലക്ഷം ആളുകൾ എങ്ങനെ പണിയാണെന്ന് വിചാരിച്ച അതിശയമൊന്നുമില്ല. കാരണം മതിൽ വളരെ നീളത്തിൽ വീതിയിലുള്ള പ്രദേശം മുഴുവനും കവർ ചെയ്യുന്ന മതിലാണ്. അപ്പോൾ അവിടെ എല്ലാം പണി നടക്കുക, എല്ലായിടത്തും അനേകായിരങ്ങൾ. ദൈവം തമ്പുരാൻ ഒരു ചെറിയ കാര്യം ചെയ്തു, അധികമൊന്നും ചെയ്തില്ല. ഇഷ്ടിക കൊണ്ടുവരാൻ പറയുമ്പം മണ്ണും കൊണ്ട് ചെല്ലും. മണ്ണ് കൊണ്ടുവരാൻ പറയുമ്പോൾ ഇഷ്ടിക കൊണ്ട് ചെല്ലും. വേറെ ആൾ ഇഷ്ടിക കൊണ്ടുവരാൻ ചെല്ലുമ്പോൾ തടിയും കൊണ്ട് ചെല്ലും. വേറെ ആൾ തടി കൊണ്ട് ചെല്ലുമ്പോൾ കല്ലും കൊണ്ട് ചെല്ലും. ആകെപ്പാടെ കലക്കം. പറഞ്ഞാൽ ഒരുത്തിനും മനസ്സിലാവില്ല. എന്തൊരു കാര്യമാണ്. ഭാഷ കലക്കിയെന്നാണ് പറയുന്നത്. ഭാഷ കലക്കി. ദൈവം മനുഷ്യൻ്റെ ഭാഷ കലക്കി. ഞാൻ നിങ്ങളോട് പറയാം, പേരുണ്ടാക്കാനായിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ ഒരു കെട്ട പേരാണ് അവരുണ്ടാക്കിയത്.
ഐക്യതയ്ക്ക് വേണ്ടിയാണ് അവർ ചെയ്തതെങ്കിൽ ദൈവം അവിടെ അനൈക്യതയുണ്ടാക്കി, പിണക്കമുണ്ടാക്കി. ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ട് ദൈവവചനത്തിൻ്റെയും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്കും എതിരായി മനുഷ്യൻ ചെയ്യുന്നതായിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. കുറേയൊക്കെ വിജയിക്കും, പണിതില്ലേ, പണിതു. എത്ര കാലം പണിതെന്നറിയില്ല, എത്ര അടി പൊക്കത്തിൽ പണിതൊന്നും എനിക്കറിയില്ല. പക്ഷേ പണി വിജയിക്കുകയില്ല. ഇന്നും മനുഷ്യൻ ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വിജയിക്കുന്നുണ്ടോ? വിജയിക്കും, കുറേയൊക്കെ വിജയിക്കും, പക്ഷെ വിജയിക്കില്ല, അവസാനം വിജയിക്കില്ല. എന്നും അനുഭവം അതുതന്നെയാണ്. ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഏതൊരു പണിയും പരാജയപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്: ദൈവം പട്ടണം പണിയാതിരുന്നാൽ പണിയുന്ന വൃഥ അധ്വാനിക്കുന്നു, ദൈവം പട്ടണം കാക്കാതിരുന്നാൽ, ദൈവം ഭവനം പണിയാതിരുന്നാൽ ഭവനം കണിയുന്ന വൃഥ. ദൈവത്തെ ആധാരമാക്കി ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്താൽ നാം വിജയിക്കും, അല്ലെങ്കിൽ നാം വിജയിക്കില്ല. നാം വൃഥാധ്വാനിക്കുകയാണ്. ഈ ആളുകൾ എന്തോരം വൃഥാധ്വാനം ചെയ്തു. ഇന്നും കുഴിച്ചു നോക്കി അവിടെയൊക്കെ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവത്തെ കൂടാതെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പണികളെയും ദൈവം ഊതിക്കളയുന്നവനാണ്, ഊതിക്കളയും. നമ്മുടെ അധ്വാനങ്ങൾ വിജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നാം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ദൈവം മനുഷ്യനോട് പറഞ്ഞു, സകല ഭൂമിയിലും പരക്കുക. മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ പരക്കുകയില്ല. ദൈവം പറഞ്ഞു, ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യണം. മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്കൊരു പേര് വേണം. ദൈവത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യനെ പ്രതിഷ്ഠിക്കണം. സത്യദൈവത്തെ ആരാധിക്കാവൂ? ഇല്ല, ഞങ്ങൾ സൂര്യനെ ആരാധിക്കും. ഞങ്ങൾ സൂര്യദേവനെ ദൈവമായിട്ട് അംഗീകരിക്കും. സൂര്യദേവൻ ഇരിക്കുന്ന ഇടം വരെ ഞങ്ങൾ പൊക്കി 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 പണിയും. ഭയങ്കരമായ അതിൽ വളരെ പണിതിന് ശേഷം അവരെ ഇങ്ങനെ സ്റ്റെപ്പുകൾ പണിതെന്നാണ് പറയുന്നത്. കയറി കയറി സ്റ്റെപ്പുകൾ പണിത് ഞങ്ങൾ സിഗാരറ്റസ് എന്ന് പറയും. ഇങ്ങനെ റൗണ്ട് സ്റ്റെപ്പുകളാണ്. ഇങ്ങനെ റൗണ്ടിൽ പണിത് ഉയർത്തിയിട്ട് ഏറ്റവും ഉയരത്തിൽ ചെന്നിട്ട് അവിടെ ഫ്ലാറ്റായിട്ട് പണിതൊരു ബലിപീഠം പണിയും. എന്നിട്ട് അവിടെയാണ് കൊണ്ടുവന്ന് സൂര്യദേവന് വേണ്ടി യാഗങ്ങൾ കഴിക്കുന്നത്. നല്ല ആശയങ്ങളാണെന്ന് തോന്നും. ഒത്തിരി പരിപാടികൾ ഒന്നും വിജയിക്കില്ല. ദൈവത്തോടെ നമുക്ക് മത്സരിച്ച് വിജയിക്കാനായിട്ട് സാധിക്കില്ല. ഭാഷ ഉണ്ടാക്കിയതിനും ഭാഷ കലക്കുന്നതിനും ഒക്കെ ദൈവമാണ്. അതുകൊണ്ട് ദൈവം മനുഷ്യരെ ചിതറിച്ച് കളഞ്ഞതാണ്. ഒരേ ആശയങ്ങൾ അന്യോന്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളുകൾ പറഞ്ഞാൽ നമുക്കിവിടെ നിന്നൊരു കാര്യമില്ല, നമ്മൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞാൽ നേരെ ഉപയോഗം ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. ദൈവം ഭാഷ കലക്കി എന്തിനാണെന്നറിയാമോ? മനുഷ്യൻ്റെ തെറ്റായിരിക്കുന്ന ആശയങ്ങൾ എല്ലായിടത്തും പടരാൻ പാടില്ല. അതെ, ഒരുത്തൻ ഇഷ്ടിക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടികയെന്ന് തോന്നരുത്. ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ട ഇഷ്ടിക വേണ്ടാന്ന് തോന്നണം. ഇന്നും അങ്ങനെയാണല്ലോ. ഒരേ ഭാഷയായിരുന്നെങ്കിൽ ലോകത്ത് മുഴുവനും ഏതാണ്? ഒരേ ദേവനെ കാണൂ, അല്ലെങ്കിൽ ഒരേ വിഗ്രഹാരാധന കാണൂ, ഒരേ പാവം കാണൂല. അങ്ങനെയില്ല. ഇന്നിപ്പം മനുഷ്യനെ ഒരേ ഭാഷയിൽ സംസാരിച്ചാൽ യുഎൻഒയിലും മറ്റുമൊക്കെ എല്ലാ ഭാഷകളിലും ഓട്ടോമാറ്റിക്കായി ട്രാൻസ്ലേഷനൊക്കെ വന്നുകൊള്ളും. അതൊക്കെ വരും. വിജയിക്കുകയില്ല. വിജയം ദൈവത്തിൻ്റെ സന്നിധിയിലേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തെ മാനിച്ച് ദൈവവചനപ്രകാരം നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ പണികളൊക്കെ എങ്ങനെ ആയിരിക്കട്ടെ. മനുഷ്യന് പേരുണ്ടാക്കാൻ വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക. ദൈവം പറഞ്ഞ പ്രസ്ഥാനത്തിനെതിരെ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചാൽ പൊളിഞ്ഞു പോകും. ദൈവം അത് പൊളിച്ചു കളയും. നമ്മുടെ പണികളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ജീവിപ്പാൻ